നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിജിറ്റൽ തട്ടിപ്പുകാർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ കർശനമാക്കി UAE. 1 വർഷം തടവും 2.5 ലക്ഷം ദിർഹം മുതൽ 10 ലക്ഷം ദിർഹം വരെ പിഴയുമാണ് കുറ്റക്കാർക്കുള്ള ശിക്ഷ. ഓൺലൈനിലൂടെ വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. വ്യക്തിഗത അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് ഭീഷണിപ്പെടുത്തുക, ഡാറ്റകൾ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുക തുടങ്ങിയ രീതിയിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ശിക്ഷ വർദ്ധിപ്പിച്ചത്. വിദേശ തൊഴിലാളികളുടെ അക്കാദമിക് പ്രൊഫഷണൽ യോഗ്യതകൾ പരിശോധിക്കാൻ ഒരുങ്ങി ബഹ്റൈൻ. ഇത് സംബന്ധിച്ച് ഒരു സമിതിക്ക് രൂപം നൽകാൻ പാർലമെന്റിൽ നിർദ്ദേശം സമർപ്പിച്ചു. പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് മികച്ച സേവനം ഉറപ്പാക്കുകയാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യമെന്ന് MPമാർ വ്യക്തമാക്കി. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ വിദേശ തൊഴിലാളികൾ ജോലി ചെയ്തു വരുന്നുണ്ട്. പ്രവാസി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ യോഗ്യതകൾ അവർക്കുണ്ടോ എന്ന് പരിശോധിക്കണം. ബഹ്റൈനിൽ സ്വദേശിവൽക്കരണ നീക്കങ്ങൾ ശക്തമാക്കി സർക്കാർ. പ്രവാസികൾ കൂടുതലും ജോലി ചെയ്തു വരുന്ന ടാക്സി മേഖലയിലാണ് പുതിയ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി മുതൽ ഒരു ടാക്സിക്ക് 3 അംഗീകൃത ഡ്രൈവർമാർ വരെ ഉണ്ടാകാമെന്ന് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം അറിയിച്ചു. ബഹ്റൈൻ ടാക്സി ഡ്രൈവർമാർക്ക് അവരുടെ അടുത്ത ബന്ധുക്കളെ അസിസ്റ്റന്റ് ഡ്രൈവർമാരായി നിയമിക്കാം. അതായത് ഒരു വാഹനത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർക്ക് ജോലി ചെയ്യാൻ കഴിയുമെന്ന് ചുരുക്കം. എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിക്ക് ലൈസൻസ് നിർബന്ധമാക്കി ദുബായ്. ഇനി മുതൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ദുബായ് മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ലൈസൻസ് ഇല്ലാത്ത എഞ്ചിനീയർമാരെ ജോലിക്കായി നിയോഗിക്കാൻ പാടില്ലെന്നും ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.